നാം ഒരു യാത്ര പോവുകയാണ്. ഗുരുപാവനപുരിയിൽ നിന്ന് കുംഭമേളയിലെ മാഘപൗർണമി സ്നാനം ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര. ശ്രീ ഗുരുവായൂരപ്പനെ തൊഴുത് അനുഗ്രഹത്തോടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ മാർഗം സഞ്ചരിക്കുകയും അവിടെ നിന്ന് എറണാകുളം പാട്ന എക്സ്പ്രസ്സിൽ പ്രയാഗ്രാജിലേക്കുമാണ് യാത്ര. തുടർന്നുള്ള യാത്രയിൽ ഒറ്റയ്ക്ക് യാത്ര പുറപ്പെട്ട എനിക്ക് ഒരു കൂട്ടം സഹയാത്രികരെ ലഭിച്ചു. പരസ്പരം സഹകരിച്ചും സംസാരിച്ചും കുംഭമേളയെ പറ്റിയുള്ള ആകാംക്ഷകളും അവരുടെ ലക്ഷ്യങ്ങളും പങ്കുവച്ച് യാത്ര ഫെബ്രുവരി 11 കാലത്ത് പ്രയാഗ്രാജ് ചിയോക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. പ്രയാഗ്രാജ് ചിയോക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററോളം ദൂരമുണ്ട് സ്നാനഘട്ടത്തിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഒരു ഇലക്ട്രിക് റിക്ഷയിൽ കയറി മേള നഗരി ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. റിക്ഷയുടെ ഡ്രൈവർ ചില കുറുക്കുവഴികളിലൂടെ സഞ്ചരിച്ച് മേള നഗരിയുടെ 5 കിലോമീറ്റർ അകലെ എത്തിച്ചു. തുടർന്ന് പോകാൻ റിക്ഷയ്ക്ക് അനുമതിയില്ല. പോകേണ്ട വഴി പറഞ്ഞ് കാശ് വാങ്ങി അദ്ദേഹം ഞങ്ങളോട് വിട പറഞ്ഞു. അരയിൽഘട്ടിലെ ശ്രീ സോമേശ്വര മഹാദേവ മന്ദിറിന് മുമ്പിലാണ് നാം ഇപ്പോൾ. ഇവിടെ നിന്നാണ് കുംഭമേള നഗരിയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രയാഗ്രാജ് ചിക്കോയ് റെയിൽവേ സ്റ്റേഷനിൽ വഴി എത്തിയതിനാലാണ് അരയിൽഘട്ടിലൂടെ കുംഭമേള നഗരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നു തുടങ്ങി. സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. ഇരുമ്പ് പ്ലേറ്റുകളിൽ കൊണ്ട് തീർത്ത താൽക്കാലിക റോഡുകളിലൂടെയാണ് സഞ്ചാരം. കുംഭനഗരിയിലെ സെക്ടർ 24-നും 15-നും ഇടയിലുള്ള റോഡ് വഴി പോകുന്നതിനിടെ ശ്രീ എമ്മിൻ്റെ ദ സത്സംഗ് ഫൗണ്ടേഷൻ യോഗനാഥം കാണാനിടയായി. കുംഭനഗരിയിലെത്തിയ ഞങ്ങൾക്ക് ശ്രീ എമ്മിൻ്റെ ആശ്രമ ടെൻ്റ് കണ്ടപ്പോൾ സന്തോഷം അധികരിച്ചു. എല്ലാവരും കൂടി അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. ഇതിനോട് അടുത്ത് തന്നെയാണ് മലയാളി കൂടിയായ മോഹൻജി ഫൗണ്ടേഷൻ്റെ ടെൻറ്റും. അങ്ങനെ സംഘംഘട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. നിരവധി ടെൻറ്റുകൾക്കും മണൽ പരപ്പുകൾക്കുമിടയിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എറണാകുളം പാട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ 2 ദിവസത്തെ യാത്ര ദുസ്സഹമായിരുന്നു. അതിനാൽ തന്നെ എല്ലാവരും ക്ഷീണിതരുമായിരുന്നുവെങ്കിലും പുലർച്ചെ ഈ മേള നഗരിയിൽ പ്രവേശിക്കുമ്പോൾ അതിഉത്സാഹമായിരുന്നു എല്ലാവർക്കും. നമ്മുടെ നാട്ടിലെ പൂരപ്പറമ്പിൽ നടക്കുന്ന കുട്ടിയെ പോലെ കുംഭനഗരിയിലെ കൗതുക കാഴ്ചകൾ കണ്ടും ഫോട്ടോ എടുത്തും പറഞ്ഞു കേട്ടതും വീഡിയോയിൽ കണ്ടതുമായ മറ്റു വിവരങ്ങൾ പരസ്പരം പങ്കുവച്ചുമായി സഞ്ചാരം. ഞങ്ങൾ ഒരു ചെക്ക് പോസ്റ്റിന് മുന്നിലെത്തി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഒരു പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഇപ്പോൾ നാം സഞ്ചരിക്കുന്നത് ഗംഗയുടെ മുകളിലൂടെയാണ്. വലിയ പാറ്റൂൺ കൊണ്ട് നിർമ്മിച്ച പാലം. ഈ പാലം ഏതാണ്ട് 500 മീറ്ററിലധികം ദൂരമുണ്ട്. വലിയ പാറ്റൂണിന് മുകളിൽ മരത്തിൻ്റെ പലകകൾ കൊണ്ട് ഉറപ്പിച്ച് അതിന് മുകളിൽ ഇരുമ്പ് ഷീറ്റ് വെച്ച് ഉറപ്പിച്ചിരിക്കുന്നു. തൽക്കാലം വാഹനം പോകാനുള്ള ഉറപ്പുണ്ട് ഇതിന്. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുംഭനഗരിയിലെ ഓരോ ടെൻറ്റിൽ നിന്നും ഹനുമാൻ ചാലിസ് ഉൾപ്പെടെയുള്ള ഹരിഹര നാമഭജനങ്ങൾ നമുക്ക് കേൾക്കാം. പാലം കടന്നു. ഇനി ഇടത്തോട്ട് 3 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം സംഘം സ്നാനംഘട്ടിലേക്ക്. അങ്ങനെ സംഘസ്നാനംഘട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 3 മണി ആവാറായി.
ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഗയുടെ തീരത്തിലൂടെയാണ്. ഈ റോഡിൻ്റെ ഇടതുവശത്തായി നാം കാണുന്നത് ഗംഗയാണ്. ഗംഗയിൽ ആ കരയിൽ നിന്ന് ഇക്കരയിലേക്ക് വരാൻ വലിയ പാലങ്ങളുണ്ട്. ധാരാളം പാറ്റൂൺ പാലങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പാറ്റൂൺ പാലങ്ങൾ കൊണ്ടാണ് കുംഭമേളയുടെ തിരക്ക് നിയന്ത്രിക്കാനും ആൾക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനും സാധിക്കുന്നത്. വേണമെങ്കിൽ വാഹനം വരെ കൊണ്ടുപോകാൻ തരത്തിൽ നിർമ്മിച്ചതാണ് ഈ പാലങ്ങൾ. ചില പാലങ്ങൾ വൺ വേ സമ്പ്രദായത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ നിയന്ത്രണങ്ങൾ പോലീസ് സംവിധാനം വഴി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന റോഡിൻ്റെ വലതുവശത്തായി നമുക്ക് വിവിധ ആശ്രമങ്ങൾ കാണാൻ സാധിക്കും. ആ ആശ്രമങ്ങളിലെ ടെൻറ്റുകളും വലതുവശത്തായി കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മേള നഗരിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. മേള നഗരിയിൽ ജനപ്രവാഹമാണ്. വലിയ തിരക്കില്ല എങ്കിലും ജനങ്ങൾ മേള നഗരിയിലേക്കും പുറത്തേക്കുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മേള നഗരിയുടെ ഇടതും വലതും വശത്തായി വിവിധ സ്ഥലങ്ങളിലായി പബ്ലിക് ടോയ്ലറ്റുകളും ഉണ്ട്. വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ് അത്. അങ്ങനെ നാം സംഘം സ്നാനഘട്ടിൽ എത്തിയിരിക്കുന്നു. സമയം ഏകദേശം 3:40 ഇത്ര ദൂരം നടന്നിട്ടും യാതൊരു ക്ഷീണവുമില്ല. ഇനി പുണ്യ സ്നാനഘട്ടിൽ സ്നാനം ചെയ്യുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. ജനങ്ങൾ സ്നാനം ചെയ്യുകയും ആരതി അർപ്പിക്കുന്നതും തൻ്റെയും തൻ്റെ കുടുംബാംഗങ്ങളുടെയും ലോകത്തിൻ്റെയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് സ്നാനം ചെയ്യുന്നു. ഞങ്ങളും എവിടെ നിന്നോ കുംഭമേളയിലേക്ക് യാത്ര തിരിച്ച് ഒരുമിച്ച് യാത്ര ചെയ്ത് പരസ്പരം സഹകരിച്ച് പുണ്യ സ്നാനം ചെയ്തു. ഏകദേശം 4:30 ഞങ്ങളെല്ലാവരും സ്നാനം ചെയ്തു. അത്രയും തണുത്ത വെള്ളത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സുഖത്തിൽ സ്നാനം. നമ്മുടെ എല്ലാ ക്ഷീണവും മാറ്റുന്ന പുതിയ എനർജി നൽകുന്നതായിരുന്നു ഈ സ്നാനം. സ്നാനം കഴിഞ്ഞു എല്ലാവരും ആനന്ദത്തിലാണ്. മഞ്ഞൾക്കുറി വരച്ചു തരാൻ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് എല്ലാവരും നെറ്റിയിൽ മഞ്ഞൾക്കുറി ഇട്ടു. ഫോട്ടോകൾ എടുത്തു. അവിടെ നിന്നിരുന്ന വിവിധ സ്ഥലങ്ങളിൽ വന്നിരുന്നവരുമായി സംസാരിച്ചു. മേളനഗരിയിലെ സ്നാനഘട്ടം നടന്നു കണ്ടു. ഈ മണൽപ്പരപ്പിൻ്റെ നിശ്ചിത അകലം വെച്ച് ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഈ പോസ്റ്റിൽ കാണാം. എല്ലാ പോസ്റ്റിലും വലുതാക്കി നമ്പർ എഴുതി വച്ചിരിക്കുന്നു. ഈ മണൽപ്പരപ്പിൽ ധാരാളം ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. വലിയ പരിപാടികൾ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള പന്തലുകളുണ്ട്. അവിടെയും ജനങ്ങൾ വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. ചെറിയ കച്ചവടങ്ങൾ, പ്രധാനമായും രുദ്രാക്ഷം, മറ്റു മാലകൾ എന്നിവ വിൽക്കുന്നത്, പൂജാ സാധനങ്ങൾ, തണുപ്പിനുള്ള തുണികൾ എന്നിവയ്ക്കുള്ള ചെറിയ കച്ചവടങ്ങളും ഇവിടെ കാണാം.
स्लो नहीं चल रहा है। करिए घड़ी के कांटे की तरह धीरे धीरे चलेगा, ऐसा नहीं कि जल्दी जल्दी नहीं चलता है। एक फूल के एकदम सीधे, लाखों संकट लाखों गिरा लाखों घटनाएं दूरों फंसाई। किधर चल रहा है? सब चीज़ अच्छे से रखो, यहाँ पर थोड़ा थोड़ा हरी के कांटे की तरह घूम के बताएगा। नहीं आप जितना शक्ति है उतना भरेगा। 100 रुपया नहीं बता रही, 101 रुपये बता रहे हैं। वो पंचमुखी का बता रही, नहीं ये ये 2 बता रहे हैं। ये पेड़ वाले का बता रही है, पेड़ वाले का। ട്രെയിനിൽ നിന്ന് ഒത്തുകൂടിയ ഞങ്ങളുടെ ചെറിയ സംഘം ഇവിടെ പിരിയുകയാണ്. മഹാകുംഭസ്നാനം എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയ അവർ അവരുടെ വഴിക്ക് ഓരോരുത്തരായി നീങ്ങി. ഞാൻ കുംഭമേള നഗരിയിൽ തുടരാൻ തീരുമാനിച്ചു. നാളെയാണ് മാഘപൗർണമി. അതിനാൽ കുംഭമേള നഗരി കഴിയുന്നതും കണ്ടു മനസ്സിലാക്കുകയാണ് എൻ്റെ ലക്ഷ്യം.